കാണുന്ന കംപ്ലീറ്റ് ഐറ്റംസ് ഒരൊറ്റ ഡയറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യമാണ്. കാരണം ഞാൻ ജേർണലിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ കുറച്ച് ഐറ്റംസ്, കുറച്ചധികം ഐറ്റംസ് ജേർണലിങ് ചെയ്യുന്ന ഡയറിൻ്റെ ഉള്ളിൽ മെമ്മറീസ് പോലെ വെക്കുമായിരുന്നു. ഇതിൽ ചിലതൊക്കെ എനിക്ക് നല്ല നല്ല മെമ്മറീസ് തരുന്ന സാധനങ്ങളാണ്, ചിലതൊക്കെ എന്തിനാണ് വെച്ചത് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ 6th മുതലാണ് കേട്ടോ കളക്ട് ചെയ്ത് വെച്ചത്. ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ട്, ഡ്രൈഡ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ്, ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ്, പേപ്പർ കട്ടിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 6th മുതലാണ് ജേർണലിങ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ മുതൽ ഞാൻ ഈ ഒരൊറ്റ ഡയറിലാണ് ജേർണലിങ് ചെയ്യാറ്. എനിക്കിപ്പോൾ നല്ല കുറേ ഡയറീസൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഞാൻ അതിനകത്ത് ചെയ്യാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഡയറി നോക്കിയാൽ എനിക്ക് വന്ന പ്രോഗ്രസ് എനിക്ക് തന്നെ മനസ്സിലാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6th മുതൽ ഇപ്പോൾ വരെ ഞാൻ ചെയ്ത ജേർണലിങ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കുറേ നാൾ മുമ്പ് നമ്മൾ കളക്ട് ചെയ്ത സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് നല്ല ഡ്രൈഡ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.